കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കുളച്ചിലിന് സമീപം മണ്ടക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം. ഹൈന്ദവ ശാക്തീയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ. മണ്ടക്കാട് അമ്മൻ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കാൻ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ഇവിടെ എത്താറുണ്ട്. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണിതെന്നാണ് ചരിത്രം. വൈകുണ്ഠസ്വാമികൾ രചിച്ച അഖിലത്തിരട്ട് എന്ന ഗ്രന്ഥത്തിൽ മണ്ടക്കാട് ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. സ്ത്രീകൾ ഇരുമുടിക്കെട്ടുമായി ദർശനം നടത്തുന്ന ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണം ഈ ക്ഷേത്രത്തിനുമുണ്ട്. കുരുമുളകും തേങ്ങയും ഇരുമുടിക്കെട്ടിൽ നിറച്ച് ശബരിമലയിലും സമാനമായി അമ്മേശാണം ദേവീശാണം എന്ന വിളികളോടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. കുംഭമാസത്തിൽ നടത്തുന്ന കൊടമഹോത്സവമാണ് പ്രധാന ക്ഷേത്ര ആഘോഷം. ഇത് മണ്ടക്കാട് കൊട എന്നറിയപ്പെടുന്നു. ക്ഷേത്ര പരിസരത്ത് മത്സ്യമാംസ ആഹാരങ്ങൾ പാകം ചെയ്യുന്നതും കഴിക്കുന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. മത്സ്യമാംസങ്ങൾ ദേവിക്ക് പാകം ചെയ്ത് നിവേദിക്കുന്നത് ഒരു ആചാരമാണ്. കൊടിയേറിയാൽ ക്ഷേത്രനട അടയ്ക്കാറില്ല. ഭക്തർക്ക് ഏത് സമയവും പൊങ്കാലയിടാം, നേദിക്കാം. ഇതിന് പൂജാരി വേണമെന്ന നിർബന്ധവുമില്ല. കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുവന്നിരുന്ന ഇടമായതിനാൽ ഇവിടെ മന്തേക്കാട് എന്നറിയപ്പെട്ടു. കാലക്രമേണ അത് ലോപിച്ച് മണ്ടക്കാട് എന്നാവുകയും ചെയ്തു. വസൂരി, കൊളറ പോലുള്ള രോഗങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ രോഗശാന്തി ഉറപ്പ്. അമ്മയോടുള്ള വിശ്വാസത്തിന്റെ ഒരു നാഴിക കല്ല് തന്നെയാണ് ഈ രോഗമുക്തി. മണ്ടക്കാട് അമ്മയുടെ തിരുനടയിൽ നിങ്ങളും പോയിട്ടുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യണേ. ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി മണ്ണും മനസ്സും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.